ഞെട്ടിപ്പോയി. അട്ടിയാ തോക്കി പയ്യ ചാഞ്ചുര ലോങ് മരയിലെ ഷിക്കാരേ. എന്താന്ന് മനസ്സിലായോ? എന്താന്ന് പറ. എന്റെ പുതിയ പാട്ട് റിലീസായിട്ടുണ്ട്. മീൻ വറുത്തതും പഞ്ചാബി പാട്ടും ആയപ്പോഴത്തേക്കും അയിലയും മത്തിക്കറിയും വൈബായി പോയി. അത് കറക്റ്റ് അല്ല, അയിലയും മത്തിക്കറി, അലുവയും മത്തിക്കറി. അലുവയും മത്തിക്കറി. ഇന്നത്തെ എന്റെ വീഡിയോഗ്രാഫർ ഇന്നെന്താണ് എന്റെ വീഡിയോഗ്രാഫർ. അപ്പൊ ഇത് പാട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇന്ന് എന്റെ പുതിയ സോങ് കങ്കന റിലീസായിട്ടുണ്ട്. അമൃതംഗമയുടെ യൂട്യൂബ് ചാനലിലാണ് റിലീസായിട്ടുള്ളത്. ആൻഡ് ഈ സോങ് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ എനിക്ക്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു പഞ്ചാബി ട്രാക്ക്. ആൻഡ് ആ പഞ്ചാബി സോങ്ങിനെ ഫോക്കസ് കൊടുക്കണം. നമ്മുടെ മലയാളത്തിലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പൊട്ടുകുത്തടി എന്ന് പറഞ്ഞ ട്രാക്കുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഈ കങ്കന. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ അടിയിൽ ലിങ്ക് കൊടുത്തേക്കാം, പ്ലീസ് പോയി കാണണം കേട്ടോ. കണ്ടിട്ട് എങ്ങനെയുണ്ട് എന്ന് എൻ്റെ അടുത്ത് പറയുകയും വേണം. ഞങ്ങളിത് കാനഡയിൽ ഷൂട്ട് ചെയ്തതാ. പിന്നെ എൻ്റെ ലുക്ക് ആൻഡ് ഫീൽ ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് പറയണം. ഞാൻ ഇച്ചിരി ചോറ് ടേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് പ്ലേറ്റ് എടുക്കട്ടെ. അമ്മ ബിസിയാണ് കേട്ടോ ഇവിടെ, ആസ് ഓൾവേസ്. ഇച്ചിരി ഫുഡ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, എപ്പോഴും ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ഫുഡ്. അതെ, മീൻ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് 2 മീൻ മിഞ്ചി വെക്കുക എന്നുള്ളത് ഈ അമ്മമാരുടെ പണിയാണ്. അപ്പൊ അത് നോക്കി വറക്കുക എന്നുള്ളത് അമ്മമാർ. അന്ന് വെച്ച മീനില്ല, അപ്പൊ അതിന് 2 കൂടി കറക്കണം. അത് കറക്ക് വേണ്ടി വെച്ചാണ് അതില്ല. അപ്പൊ അത് കാരണം അത് വറക്കാന്ന് വെച്ചു. ഓക്കെ, ശരി. അപ്പൊ അമൃതേച്ചി വായോ. ഞാനേ ഒരു ഉരുള ടേസ്റ്റ് ചെയ്യാം. കാരണം ഭക്ഷണം ഇന്നിപ്പോ എൻ്റെ 2 ഫ്രണ്ട്സും കൂടെ വരുന്നു പറയണുണ്ട്. അപ്പൊ അവർക്കും കൂടെ വന്നിട്ടാണ് കഴിക്കുണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാം. അതായത് നമ്മൾ ഗണപതിക്കൊക്കെ വെക്കണ പോലെ ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാവർക്കും കൊടുക്കാലോ. അതാണ്. കുഞ്ഞുരുളയാണ് ഇന്ന്, കുഞ്ഞിപ്പങ്കാണ്. ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ നിനക്കും എനിക്കും കഴിക്കാൻ വേണ്ടിട്ട്. എന്തൊക്കെയാന്ന് പറ. ഇതെന്താ അമ്മ? ഇതെന്താ അമ്മ? അമ്മ പച്ചക്കായ, ചിക്കൻ കറി, പരിപ്പാണത്. അമ്മയുടെ ഒരു പ്രത്യേകതരം പരിപ്പാട്ടോ. സാധാരണ നിങ്ങൾ കഴിക്കണ പോലത്തെ പരിപ്പല്ല, ഇത് വേറെ പരിപ്പാണ്. പിന്നെ ചിക്കനൊക്കെ ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കാം. അമ്മ ഇന്ന് ചിക്കൻ വേറൊരു ലുക്കിലാണല്ലോ ഇരിക്കണേ. എന്നൊരു തമിഴ് ലുക്കും മണവും ഉണ്ട് എല്ലാത്തിനും. അങ്ങനെയാണോ? തമിഴ് വൈബ് പിടിച്ചേക്കണ? തമിഴ് വൈബാണോ ഇന്ന്? തമിഴ് വൈബില്ല, മസാലകൾ പറഞ്ഞപ്പോ ആ വൈബ്. അതെ, അമ്മ ഇവിടെ എന്റെ വർക്ക് സ്പേസിലേക്ക് ഇന്ന് ഇങ്ങോട്ട് വന്നതാണ് കുക്ക് ചെയ്യാമെന്നും പറഞ്ഞിട്ട്. ക്ലീനിങ്ങും കുക്കിങ്ങും ഇതായിരുന്നു മെയിൻ ഒരു സാധനം. അമ്മ ഇത് എന്തുട്ടാ? ഇതാണ് ഞങ്ങളുടെ ജാസ്മി ചേച്ചി. ചേച്ചി ഒന്ന് ഹായ് അണിച്ചു. ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഒരു ഹായ് അണിച്ചു. മാവേലിയുടെ പോലെ ഇടയ്ക്ക് വരുന്ന ഒരാളാണ്. വർഷങ്ങളായി. എത്ര വർഷമായി? 7 വർഷമാവാറായി. അമ്മയുടെ ഫേവറേറ്റ് ആണ്, ഞങ്ങളുടെയും ഫേവറേറ്റ് ആണ്. അപ്പൊ അമ്മ ഇതെന്ത് ചമ്മന്തിയാ? സാധാരണ ഇങ്ങനെ ചമ്മന്തിന്റെ ഉള്ളില് അതൊന്നുമില്ല, വെറുതെ സവാളയിൽ ഇത്തിരി തേങ്ങയിട്ട് മുളക് പൊടി ഇട്ടിട്ട് വെളിച്ചെണ്ണ അപ്പം അമ്മ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബേസിക്കലി ഞങ്ങള് ബാൻഡിന്റെ പ്രാക്ടീസും പിന്നെ അത് ഇവിടെ എനിക്ക് സ്റ്റുഡിയോ ഉണ്ട്. ഞാൻ കാണിച്ചുതരാം. സ്റ്റുഡിയോ ഇൻ ദ സെൻസ് ലൈക്ക് ചെറിയൊരു സ്റ്റുഡിയോ പരിപാടികളാണ്. ഞങ്ങളുടെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ തന്നെയാ ചെയ്യുക അമൃതംഗമയുടെ. ശരിക്കും പറഞ്ഞത് കുട്ടി ഫ്ലാക്ടോർ ആയല്ലോ, ഫ്ലാക്ടോർ പോലെ ആയല്ലോ. അപ്പോ അങ്ങനെ ഒരു ചെറിയ ഞങ്ങളുടെ വർക്ക് സ്പേസ് പോലത്തെ ഒരു സംഭവമാണത്. അപ്പം ഇവിടെ എന്താ അത്രമാത്രം പച്ചക്കറികളോ പൊടികളോ ഒന്നും എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. കാര്യം ഇവിടെ കുക്ക് ചെയ്യലൊന്നുമില്ല. അപ്പം മാക്സിമം പോയി കഴിഞ്ഞാൽ അബി വന്നിട്ട് ഇവിടെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞി പരിപാടികൾ ചെയ്യും. പിന്നെ ഞാൻ എന്തെങ്കിലും പാപ്പുനുണ്ടാക്കും. അതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ബാൻഡിലെ പിള്ളേര് നമ്മളെല്ലാവരും വരുമ്പോൾ ചായ ഉണ്ടാക്കും. ഇത്രയൊക്കെ ഇവിടെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അമ്മയ്ക്ക് ഇവിടെ വന്നപ്പോ ആകനപ്പാടെ ഒന്നുമില്ല, ഈ വീട്ടിലൊരു സാധനം ഇല്ലാതൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ഇന്ന് മെയിൻ പരിപാടിയിലോട്ട്. അമ്മ 2 ഉരുള ഇന്ന് കഴിക്കണല്ലോ, ബാക്കി ആരത്തിയൊക്കെ വന്നതിന് ശേഷം കഴിക്കാം.
റെഡി. ഫിഷ് ഫ്രൈയും കുഞ്ഞ് അടിച്ചു കേട്ടാ തന്നു. എല്ലാരും ചോദിക്കും ഇത്രയൊക്കെ അമ്മ തന്നെയാണ് എപ്പോഴും ഉണ്ടാക്കണേന്ന്. എന്നും ഞാൻ തന്നെ ഉണ്ടാക്കുള്ളൂ, ഒരാളെ ഞാൻ കൈവെപ്പിക്കില്ല. അതൊന്ന് പറയണം കേട്ടോ. അത് നീയാണ് പറയേണ്ടത്. അതെ, ജാസ്മി ചേച്ചിയാണ് കുക്ക് ചെയ്യണം, എന്നിട്ട് അമ്മ ക്രെഡിറ്റ് എടുക്കുക എന്നൊക്കെ പറയണ്ട് ചില ആൾക്കാര്. ആണോ? അതെ, ആണ്. ആരും കടത്തി വിടൂല. ഇന്ന് എല്ലാവർക്കും ചേച്ചി മാത്രമേ ചെയ്യുള്ളൂ, ഞങ്ങളൊക്കെ. ഇന്ന് എല്ലാവർക്കും വരുത്തേണ്ട ദിവസം. ഇന്ന് വാരി കൊടുക്കണ ദിവസം, അതറിയില്ലേ? വാരിയേൽക്കാ പണിയാണോ? ഞാൻ ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. എനിക്ക് ആരും വരുന്നത് ഇഷ്ടമല്ല. അടുക്കളയില് പാചകം ചെയ്യുമ്പോ ഞാൻ ബാക്കി എല്ലാത്തിനും ഹെൽപ്പിങ്ങും ഒക്കെ എനിക്ക് തേങ്ങ ചെറിയ തരും, അവര് ഉള്ളി നന്നാക്കി തരും. അപ്പൊ എന്റെ അടുത്ത് ഇവര് പറയും അമ്മയ്ക്ക് കുക്ക് ചെയ്ത് ഞാൻ എന്നോട് കുക്ക് ചെയ്തോളൂ, നമ്മ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് കുക്ക് ചെയ്യാത്ത. അബി ലാസ്റ്റ് ഉരുള നിനക്ക്. ഓക്കെ, അതുണ്ടല്ലോ. വലിയ ഒരു ഉരുള ഇങ്ങനെ കുഴച്ച് അതെ, അത് സാധനങ്ങളില്ലാണ്ടും എങ്ങനെ കറി വെക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ക്ലാസ് എല്ലാവർക്കും വേണമെങ്കിൽ എല്ലാം കിട്ടില്ല. അതാ ഇത് കായപ്പേരിയാണ്. ഇവിടെ ഒന്നുമില്ലല്ലോ മോളെ. മീൻ ഞാൻ ഈ ചിക്കൻ കറിയില് മസാല എന്ന് പറഞ്ഞ സാധനമില്ലേ, കുരുമുളകും മുളക് പൊടിയും ഞാൻ ഇട്ടേക്കണ സാധനം എന്താന്ന് അറിയാമോ? നോക്കിയപ്പോ കിട്ടാണ്ട് ഒരു മാഗി ക്യൂബ്. മാഗി ക്യൂബ് ഒക്കെ ഇവിടെ ഉണ്ടാവും. അതാണ് നിങ്ങൾ പറഞ്ഞത് വേറൊരു ടേസ്റ്റ് എന്ന് പറയാൻ. വേറെ ഇത് കിട്ടിയില്ല മക്കളെ എനിക്ക്. ഞാൻ പിന്നെ ഉള്ളതും കൊണ്ടോണം. പക്ഷെ ഇത്രയും കാണിച്ചിട്ട് അമ്മ അങ്ങനെ പറയുന്നത്. വല്ലഭന് വില്ലും ആയുധം എന്നാ പറയണത്. ഞാൻ എപ്പോഴും പറയാറില്ല, അമ്മ പറയുന്ന എപ്പോഴും പറയുന്ന ഒരു സാധനമാണ് വല്ലഭന് പുല്ലുമായത്. അതുപോലെ അഭി പറയണ വേറൊരു സാധനം ഉണ്ടല്ലോ, ഇപ്പൊ പലരും വന്നു തുടങ്ങിയ ഒരു ഫേമസ് ഡയലോഗ്. പോയേ ഇതൊന്നുമില്ല, ഞാൻ പിന്നെ പറയാം. സീക്രട്ടാ. അഭിക്ക് ഇതേമാതിരി ഒരു ഡയലോഗ് ഉണ്ട് അടുത്ത വ്ളോഗിലോ. കളഞ്ഞോളൂ മോളെ, കളഞ്ഞോ. ഓക്കെ, അപ്പൊ ഇതൊന്നുമില്ല. അല്ല, എനിക്ക് ഉള്ള കാര്യം പറയാം. എനിക്ക് ഈ മക്കളുകൾ എനിക്ക് നന്നായിട്ട് എന്നെ സഹായിക്കും കേട്ടോ. ഈ ജാസ്മി ആഴ്ചയിൽ വന്നിട്ട് നല്ലോണം ചിരകി ഒരു 2-3 ദിവസത്തേക്കുള്ള തേങ്ങയൊക്കെ അവളാ ചിരകണം. അതൊന്നും എനിക്ക് ഇരുന്ന് ചിരകാൻ പറ്റില്ല. പക്ഷെ ആരുടെയും ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല ഇവിടെ ആരും. അതുകൊണ്ട് ഈ വെളുത്തുള്ളി ഇതൊക്കെ അവൾ എനിക്ക് നന്നാക്കി വെച്ചിട്ടാണ് അവള് പോണത്. അപ്പൊ അങ്ങനെ എനിക്ക് അതൊക്കെ ഉള്ളത് കൊണ്ടാണ് എനിക്ക്. ഇഞ്ചി വരെ അവള് തോല് ഉരിച്ചിട്ട് ഒരു ഡപ്പയിലാക്കി വെക്കും. അങ്ങനെ ആക്കുമ്പോ എനിക്ക് അത് ഈസിയാണ്. പിന്നെ ഞാൻ കട്ട് ചെയ്തൊക്കെ എല്ലാം ചെയ്യും. എന്റെ കൈ വേണം. പിന്നെ ഞാൻ എന്റെ കുക്കിംഗ് ആരെയും കാണിക്കുകയോ ഇല്ല, അടുത്തേക്കേ വരണ്ട. അമ്മയുടെ സീക്രട്ട് റെസിപ്പീസ് ആണ് അതൊക്കെ അല്ലേ? ചിലതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും, അതങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യടി, അങ്ങനെ ചില. പക്ഷെ മെയിൻ ആയിട്ടുള്ള ചില സാധനം പറഞ്ഞു കൊടുക്കും കേട്ടോ. അത് പക്ഷെ അവർക്ക് അങ്ങനെ ആ ഒരു ഇത് വരില്ല. അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതെ അതെ, ഞാൻ ചേർത്തണ സാധനം അല്ല അവറ്റുകൾ ചേർക്കണത്, അവരുടെ കയ്യിലില്ല. അപ്പൊ പിന്നെ ഞാനത് ഇവര് കാണിച്ചു കൊടുത്തിട്ട് എന്താ കാര്യം? പിന്നെ ചെറിയ ചെറിയ സാധനങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തരാറില്ലേ? വേണം പോയി കാണോട്ടെ കങ്കന. നീ ഇത്